എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികളുടെ റിസൾട്ട് നാളെയോടെ പ്രസിദ്ധീകരിക്കും. അതായത് നാളെ വൈകുന്നേരത്തോടെ വിദ്യാർത്ഥികളുടെ +1ൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നാളെ രാവിലെയോടെയൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സാധാരണത്തിൽ നാളെ വൈകുന്നേരത്തോടെ വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിസൾട്ട് വരുന്ന ഡേറ്റും ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മുൻകൂട്ടി പറയാറില്ല. അപ്പോൾ നമുക്ക് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണത് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങൾ ഏത് ലിങ്ക് വഴിയാണോ അപേക്ഷ സമർപ്പിച്ചത് ആ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. രണ്ട് ലിങ്ക് വഴിയും അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ രണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ വഴിയും അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും 1 by 1 ആയിട്ട് ആദ്യം ഒന്ന് നോക്കുക, എന്നിട്ട് അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ നോക്കുക, എന്നിട്ട് അടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അടുത്ത അലോട്ട്മെൻറ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ മെറിറ്റ് സീറ്റിൻ്റെതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മെറിറ്റ് സീറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അടുത്ത പേജിൽ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ല എന്നിവ നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജിലേക്ക് പോകും. പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പച്ച കളറിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഏകദേശം ട്രാൻസ്ഫറിന് മുമ്പായിട്ട്, അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷം പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് പല ജില്ലയിലും സീറ്റ് വേക്കൻസി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേക്കൻസി കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ട്രാൻസ്ഫർ വരുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ശേഷമാണ് പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററി വരുന്നത്. അപ്പോൾ ആ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പുതുതായിട്ട് വേക്കൻസി അനുസരിച്ച് നിങ്ങൾ സ്കൂൾ കോഴ്സ് ഓപ്ഷൻ കൊടുത്തു വേണം പങ്കെടുക്കാനായിട്ട്. അലോട്ട്മെൻറ്റ് കിട്ടാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, വിദ്യാർത്ഥികൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി റിസൾട്ട് ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, കാരണം റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകാവുന്നതും അവിടെയും നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്നും കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, റിന്യൂ ആപ്ലിക്കേഷൻ ഫോർ സെക്കൻഡ് സപ്ലിമെൻ്ററി അല്ലെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കും കിട്ടിയവർക്കും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നിങ്ങളുടെ ഓപ്ഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷനുകളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് കിട്ടാത്ത എല്ലാ ഓപ്ഷനുകളുടെയും റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്കൂളുകളിൽ ജൂലൈ 21, 22 തീയതികളായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏകദേശം 2 ദിവസത്തോളം മാത്രമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 1.5 ദിവസത്തോളമായിരിക്കും അഡ്മിഷനായിട്ട് ടൈം ഉണ്ടാവുക. സാധാരണ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ദിവസത്തോളം അഡ്മിഷനായിട്ട് അനുവദിക്കാറുണ്ട്. അപ്പോൾ ഇതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യമായിരുന്നു, അതായത് എനിക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പോയിട്ട് അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത്. പോയിട്ട് അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുക്കുക, കാരണം നിങ്ങൾക്ക് കിട്ടിയ ഒരു സീറ്റാണ്. നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നോൺ ജോയിനിങ് ആയിട്ട് നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാനായിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സ്കൂളുകളിൽ പോയിട്ട് നിർബന്ധമായിട്ടും അഡ്മിഷൻ നേടേണ്ടതാണ്. കാരണം ഇതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു സപ്ലിമെൻ്ററി കിട്ടിയ സീറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ശേഷം പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്ത് സ്കൂളോ കോഴ്സോ മാറാനായിട്ട് പറ്റുന്നതായിരിക്കും. അതിനാൽ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ നേടുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയവർ സ്കൂളിൽ പോകുന്ന സമയത്ത് എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് അലോട്ട്മെൻറ്റ് ലെറ്ററും, രണ്ടാമത്തേത് SSLC അല്ലെങ്കിൽ CBSE ICSE നിങ്ങൾ ഏത് വിഭാഗത്തിലാണോ 10ാം ക്ലാസ് പഠിച്ചത് അതിൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട്, ഒറിജിനൽ കിട്ടിയിട്ടുള്ളവർ ഒറിജിനൽ എടുക്കുക, ഒറിജിനൽ കിട്ടാത്തവർ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അടുത്തത് TC, അടുത്തത് സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക്
നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ഉണ്ടാകും. ബോണസ് പോയിന്റ് ഉള്ളവർ നിങ്ങളുടെ SPC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈസിൽ A ഗ്രേഡ് അങ്ങനെ വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അതുപോലെ തന്നെ ടൈ ബ്രേക്ക്, അതായത് നിങ്ങൾക്ക് വല്ല അതായത് ഇപ്പോൾ ക്ലബ് സർട്ടിഫിക്കറ്റ്, IT ക്ലബ്ബ്, സോഷ്യൽ ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് LSS, USS, NMMS, NTSC, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കലാകായികമേളയിൽ വല്ല ഇനങ്ങളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റിൽ എടുക്കണം. അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ EWS സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. അത് EWS സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് എടുക്കേണ്ട ആവശ്യമില്ല. EWS സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന അപേക്ഷയിൽ യെസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ട് പോകണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി നിങ്ങൾ ഇപ്പോൾ കിട്ടിയ സീറ്റിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററിയിൽ കിട്ടിയ സീറ്റിൽ തന്നെയാണ് പെർമനന്റ് അഡ്മിഷൻ. അതായത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററിയിൽ കിട്ടിയ സീറ്റ് തന്നെ മതി. ഇനി മറ്റൊരു സ്കൂൾ കോഴ്സ് മാറാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളവർ യൂണിഫോം വാങ്ങിക്കണമെങ്കിൽ ഒരു 1300 രൂപ കൂടി എടുത്തിട്ട് പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ഫീസ് ഏകദേശം ഒരു സയൻസ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ 1300 രൂപയ്ക്ക് അടുത്ത് ഫീസ് വരും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഫീസിൽ കുറവായിരിക്കും. അതുപോലെ കൊമേഴ്സ് ആണെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഏകദേശം ഒരു 1000 സംതിങ് ഫീസ് വരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു 1500 രൂപ എടുത്തിട്ട് അഡ്മിഷൻ എടുക്കാൻ പോവുക. യൂണിഫോം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു 1500 രൂപ കൂടി അധികമായിട്ട് എടുക്കുക. കാരണം 1300 രൂപയാണ് യൂണിഫോം പെൺകുട്ടികൾക്കുള്ള ഫീസ്. ആൺകുട്ടികൾക്കാണെങ്കിൽ 1100 രൂപ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ കൂടി നിങ്ങൾ അഡ്മിഷൻ എടുക്കാം. കാരണം അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റും പോകും, അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ പുറത്താക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടിയ ശേഷം പിന്നീട് സ്കൂളോ കോഴ്സോ മാറാനായിട്ട് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുക. കാരണം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പല ജില്ലയിലും സീറ്റ് വേക്കൻസി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീറ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്കുള്ള വേക്കൻസിയിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ വരുന്നത്. അതിനാൽ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.